सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ഹരിനാമകീർത്തന പഠനത്തിലേക്ക് സ്വാഗതം. 24ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത്. ഹരിനാമകീർത്തനത്തിൽ ഗുരുപരമ്പരയുടെയും ഭഗവാന്റെയും എഴുത്തച്ഛൻ്റെയും നാമങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് 25ാമത്തെ ശ്ലോകം മുതലുള്ള പഠനം പുനരാരംഭിക്കാം. ശ്ലോകം 25. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമധ ചൊവ്വോടൊരഞ്ചുമപി രണ്ടൊന്ന് തത്വമതിൽ മേവുന്ന നാഥ ഹരി നാരായണായ നമ. ഇങ്ങനെയാണ് വരികൾ. ഒന്ന് പാരായണം ചെയ്യാം. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമധ ചൊവ്വോടരഞ്ചുമപി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരി നാരായണായ നമഃ. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമധം ചൊവ്വോടരഞ്ചുമപി രണ്ടൊന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരി നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഈ പദ്യത്തിൽ ഐ എന്ന അക്ഷരം മുതലാണ് ആരംഭിക്കുന്നത്. എ എന്ന അക്ഷരത്തിനു ശേഷം ഐ എന്ന് തുടങ്ങുകയാണ് ഇവിടെ എഴുത്തച്ഛൻ. ആ അക്ഷരമാലയിലെ ഐ എന്ന അക്ഷരം പ്രയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഐ 5 അതായത് 5 ഗുണം 5 25. ഉടൻ 5 ഉടൻ അതോടുകൂടി 5. അപ്പോൾ 25നോടുകൂടി 5 കൂടെ ചേർത്തു 30. അയ്യാറ് അതായത് 5നോടുകൂടി 6 ചേർത്ത് 11. അപ്പോൾ 30നോടൊപ്പം 11 കൂട്ടി 25നോടൊപ്പം 5ഉം 5നോടൊപ്പം 11 കൂട്ടി. ഉടൻ 8 അതോടുകൂടി 8ഉം കൂടെ ചേർത്ത് ഔവണ്ണം 8 അപ്രകാരം വീണ്ടും ഒരു 8ഉം കൂടെ ഒന്നും കൂടെ കൂട്ടി. ഉടൻ 83 ഇതിനോടുകൂടി 83 8 ഗുണം 3 83 24ഉം കൂടെ കൂട്ടി. അധ 7ഉം പിന്നെ ഒരു 7ഉം കൂടെ കൂട്ടി. ഇതെല്ലാം ഒരു നമ്പറിൻ്റെ കണക്കുകളാണ് വരുന്നത്. അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ ഔവണ്ണമെട്ടുമുടൻ എൺമൂന്നുമേഴുമധ ചൊവ്വോടൊരഞ്ചുമപി രണ്ടെന്നു തത്വമതിൽ. ചൊവ്വോടൊരഞ്ച് വേണ്ട തരത്തിൽ, അതാണ് ചൊവ്വോട്. വേണ്ട തരത്തിൽ പിന്നെ ഒരു 5, പിന്നെ അതിനുശേഷം 2 1 2 1 3 അതായത് 2 + 1 3 2 1
എന്ന തത്വം അതിൽ എന്നിങ്ങനെയുള്ള തത്വത്തിൽ, അതായത് ഈ അക്കങ്ങളെല്ലാം കൂടെ ചേർത്ത് കിട്ടിയാൽ നമുക്ക് 96 എന്നൊരു അക്കം കിട്ടും. 96 എന്ന തത്വം അതിൽ എന്നിങ്ങനെ 96 തത്വങ്ങളിൽ ഏവുന്ന നാഥ, സ്ഥിതി ചെയ്യുന്ന നാഥ, അങ്ങയ്ക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം എന്ന് പറയുക. അതായത് ഇവിടെ എഴുത്തച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് ദർശനങ്ങളുണ്ടായിരുന്നു. അദ്വൈത ദർശനം, ദ്വൈത ദർശനം, ഭേദാഭേദ ദർശനം, വിശിഷ്ടാദ്വൈത ദർശനം, സാങ്ക്യദർശനം, ശൂന്യദർശനം, കപില ദർശനം, വൈശേഷിക ദർശനം, ഇങ്ങനെ പല പല പേരുകളിൽ ദർശനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അവർ വേദത്തിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് അതിനെ മാത്രം പ്രധാനമായി പഠിച്ച് ആചരിച്ചു വന്നിരുന്നവ. അദ്വൈത ദർശനത്തിൽ നിന്നും, അല്ലെങ്കിൽ എന്താണോ എഴുത്തച്ഛൻ ഇത്രയും നാളും പറഞ്ഞതിൽ നിന്നും നേരെ വിപരീതങ്ങളായ ദർശനങ്ങളാണ് ഈ ശ്ലോകങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവരെ എല്ലാം പരിഗണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ ചെയ്യുന്നത്. അതായത് ഇവിടെ പരാമർശിക്കുന്ന ഈ 96 തത്വം എന്തെന്ന് വെച്ചാൽ, ഭാരതത്തിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട 2 ദർശനങ്ങളെയാണ്. അതിൽ ഒന്ന് സാങ്ക്യദർശനമെന്നാണ് അതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ആചാര്യൻ കപിലമുനിയായിരുന്നു. അടുത്ത ഒരു ദർശനം വൈശേഷിക ദർശനം, അതും ഇവിടെ എഴുത്തച്ഛൻ പരാമർശിക്കുന്നു. അതിൻ്റെ ആചാര്യൻ കണാദ മഹർഷിയാണ്. ഇവർ പറയുന്നത് പല തത്വങ്ങളിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായിരിക്കുന്നത്. പല നമ്പർ അതിനെ ഇവർ അടിസ്ഥാനമാക്കിയിരുന്നു. ഈ തത്വത്തിലാണ് നാമും പ്രപഞ്ചവും നിലനിൽക്കുന്നത് എന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ടാണ് ഇവരെ സാങ്ക്യദർശനമെന്നും വൈശേഷിക ദർശനം ഇത്യാദി പേരുകളാൽ അറിയപ്പെടുന്നത്. അതായത് പഞ്ചമഹാഭൂതങ്ങളായ ആകാശം, വായു, അത് പിന്നെ ജ്ഞാനേന്ദ്രിയങ്ങളായ 5 എണ്ണം, പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ 5 എണ്ണം, പ്രാണൻ 5 പ്രാണന്, 5 ഉപപ്രാണങ്ങൾ, പിന്നെ 5 ആധാരങ്ങൾ, മുദാധാരം, സ്വാധിഷ്ഠാനം ഇത്യാദികൾ, പിന്നെ രാഗദ്വേഷം, കാമം, ക്രോധം ഇത്യാദി 8 ഘടകങ്ങൾ, പിന്നെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇത്യാദി ഇവ 4 എണ്ണം. അങ്ങനെ ഇവർ പലതിനെയും എണ്ണി 96 എന്നൊരു നമ്പറിലേക്ക് ഇവരെത്തി. അതാണ് തത്വം. അതിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത്, അതിലാലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്, അതിലേക്ക് തന്നെ പ്രപഞ്ചം ലയിക്കുന്നു എന്നതാണ് ഇവരുടെ ഒരു വാദം. അതിലാണ് ഇവർ വിശ്വസിക്കുന്നത്. അല്ലാതെ പരമാത്മാവിൽ നിന്നും പ്രപഞ്ചമുണ്ടായി, ആ പരമാത്മാവാണ് ഈ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും നിലനിർത്തുന്നത്, നിയന്ത്രിക്കുന്നത്, സൃഷ്ടിച്ചത്, അതൊന്നും ഇവർ വിശ്വസിക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയോ അതിനെ സമർത്ഥിക്കുകയോ ചെയ്യുന്നവരല്ല. അതുകൊണ്ട് നമ്മളുമായി വിപരീതമായ ദിശയിലൂടെ സഞ്ചരിക്കുന്ന അഭിപ്രായക്കാരാണ് സാങ്ക്യദർശനം മുതലായവ. അപ്പോൾ ഇവിടെ അവരെയൊക്കെ ഖണ്ഡിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. എങ്ങനെ? ഏവുന്ന നാഥ എന്ന വാക്കുകൊണ്ട്. അതായത് ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ 2 തത്വമതിലേവുന്ന നാഥ ഹരി നാരായണായ നമ. അതായത് ഇവയിലൊക്കെ ഏവുന്ന, അതായത് സ്ഥിതി ചെയ്യുന്ന, ഇവയ്ക്കൊക്കെ കാരണഭൂതനായിരിക്കുന്നത്. ഈ തത്വ ദർശനങ്ങളിലൊക്കെ 96 കോടിയോ അല്ലെങ്കിൽ 96 ലക്ഷമോ, ഇനി അതല്ല വേറൊരു നമ്പറാണെങ്കിൽ അതോ ബഹുകോടിയോ ആയി ഇതിനെ നമുക്ക് വർദ്ധിപ്പിക്കാം. അങ്ങനെ കണക്കിലാക്കിയാലും ഇതിലെല്ലാം കുടികൊള്ളുകയും അതിൻ്റെയൊക്കെ കാരണഭൂതനായിരിക്കുന്നവനും ഭഗവാൻ തന്നെയാണ്. പരമാത്മാവുള്ളത് കൊണ്ടാണ് ഈ തത്വങ്ങൾ നിലനിൽക്കുന്നത്. ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് പരമാത്മാവിനാലാണ്. ആ ഏകവും അദ്വൈതവുമായ ഓങ്കാര സ്വരൂപരായ ബ്രഹ്മനാണ് ഇവയെല്ലാം, ഇവയിൽ നിലനിൽക്കുന്നത്. ഈ ബ്രഹ്മനിലേക്കാണ് ഈ തത്വങ്ങൾ ലയിക്കുന്നത്. അതുകൊണ്ട് ആ പരമാത്മാവേ അങ്ങയാണ് ഇതിൻ്റെയൊക്കെ നാഥൻ, നേതാവ്
ഇതിൻ്റെയൊക്കെ ആധാരഭൂതൻ. അതുകൊണ്ട് അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. ഞാൻ ഈ തത്വങ്ങളെ നമസ്കരിക്കുന്നില്ല, തത്വത്തിൽ കുടികൊള്ളുന്ന നാഥനെ നമസ്കരിക്കുന്നു. അത് ഏറ്റവും വലിയൊരു അദ്വൈത സിദ്ധാന്തമാണ് ഇവിടെ എഴുത്തച്ഛൻ പറയുന്നത്. അല്ലയോ നാഥ, അങ്ങയ്ക്കെൻ്റെ നമസ്കാരം. അപ്പം നമ്മളുടെ മനസ്സും ബുദ്ധിയും ഒന്നും എന്തിലേക്ക് പോകുന്നരുത്? ഈ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്ക് പോകരുത്. ഇന്ദ്രിയങ്ങൾ നിലനിൽക്കുന്നത്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് അതിൽ കുടികൊള്ളുന്ന ചൈതന്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഓങ്കാര സ്വരൂപന് നമസ്കാരം. ഹരി നാരായണായ നമഃ എന്ന്. അയ്യഞ്ചു മഞ്ചുമുടനയ്യാറുമെട്ടുമുധ ഔവണ്ണമെട്ടുമുടനെൺമൂന്നുമേഴുമധ ചൊവ്വോടൊരഞ്ചുമഭിരണ്ടൊന്നു തത്വമതിൽ ഏവുന്ന നാദഹരി നാരായണായ നമഃ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാൻ നമുക്ക്. ഓ എന്ന അക്ഷരം കൊണ്ടാണ് ഈ ശ്ലോകം തുടങ്ങുന്നത്. ഓതുന്നു ഗീതികളിതെല്ലാമിതെന്നു പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമഃ. ഓതുന്നു ഗീതകളിതെല്ലാമിതെന്നു പൊരുൾ ഏതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമഃ. ഓതുന്നു ഗീതകളിതെല്ലാമിതെന്നു പൊരുൾ ഏതൊന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമഃ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. അല്ലയോ നാരായണ, ഞാൻ അങ്ങയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. ഈ നമസ്കാരത്തിൽ എന്തൊക്കെ സ്തുതികളാണ് അർപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓതുന്നു ഗീത, അതായത് പല പല ഗീതകൾ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അപ്പോൾ പല ഗീതകളുണ്ട്. നമ്മളുടെ ഭാരത ദർശനം അനുസരിച്ച് പ്രധാനമായും നമ്മൾ ഗീത എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയാണ് നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓർമ്മ വരിക. ഭഗവത്ഗീതയിലും മറ്റ് ഭാഗവത ഗീതകൾ അനേകമുണ്ട്. ഹംസഗീത, കപിലഗീത, ഉദ്ധവഗീത മുതലായ ഒരുപാട് ഗീതകൾ ഭാഗവതത്തിലെ ഓരോ സ്കന്ധങ്ങളിൽ പറയുന്നു. അതിലൊക്കെ ഉദ്ദേശിക്കുന്ന ആ പൊരുൾ എന്തെന്ന് വെച്ചാൽ പരമാത്മാവായ അല്ലയോ നാരായണ അങ്ങ് തന്നെ ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ മഹത്തായ ഗ്രന്ഥങ്ങളിലൊക്കെ ഓതുന്നു എന്ന് വെച്ചാൽ പറയുന്നു. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെടുന്ന തത്വം അങ്ങാകുന്നു. ഇതെല്ലാം മുൻപ് പറഞ്ഞ തത്വങ്ങൾ മുഴുവൻ, അതായത് നമ്മൾ മുമ്പത്തെ ശ്ലോകത്തിൽ 96 തത്വങ്ങൾ പറഞ്ഞിരുന്നല്ലോ. ആ തത്വങ്ങളെല്ലാം ഇതിന്നു പൊരുളേതെന്നു, ഇതിൻ്റെ എല്ലാം അർത്ഥം അതാണ്. ഈ പറഞ്ഞ തത്വങ്ങളുടെയൊക്കെ അർത്ഥം എവിടെ കുടികൊള്ളുന്നു? ഗീതാശാസ്ത്രത്തിലും മറ്റ് നമ്മളുടെ അദ്വൈത ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ കുടികൊള്ളുന്ന ആ പരമാത്മാവ് തന്നെയാകുന്നു. അപ്പോൾ ഭഗവാനെക്കുറിച്ചാണ് പലതിലും പരാമർശിച്ചിരിക്കുന്നത്. അത് ഏത് ദർശനമായിക്കോട്ടെ, അവയിലൊക്കെ ആരെയാണ് പ്രധാനമായി ശ്രേഷ്ഠമായി അവതരിപ്പിച്ചിരിക്കുന്നത്? അത് അങ്ങേ തന്നെയാകുന്നു. അല്ലയോ ഭഗവാനെ. അത് ഏതെന്നു കാൺമതിന് ഓതുന്ന ഗീതകളിതെല്ലാമിതെന്നു പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലം
ഇതിന് പൊരുൾ ഏതൊന്നു, ഇതിൻ്റെ എല്ലാം പൊരുൾ, അതായത് ഈ തത്വശാസ്ത്രത്തിലും മറ്റ് ഗീതാശാസ്ത്ര ഗ്രന്ഥങ്ങളിലുമെല്ലാം അതിലെല്ലാം പറഞ്ഞിരിക്കുന്ന പൊരുൾ, അതിൻ്റെയൊക്കെ അർത്ഥം ഇതേതെന്നു കാണുന്നതിന്, അത് ഏതാണെന്ന് കണ്ടറിയാൻ പോരാ മനോബലവും. അല്ലയോ ഭഗവാനെ, എനിക്ക് മനസ്സിന് ബലം പോരാ എന്ന് പറയുകയാണ്. ഏതെങ്കിലും, അടുത്ത വരിയിലേക്ക് പോകാം. അപ്പോൾ ഭഗവാനെ, എനിക്ക് ഇതൊന്നും അറിയുവാനുള്ള മനോബലം എനിക്കില്ല, അതിനുള്ള അധികാരം എനിക്കില്ല. എല്ലാത്തിലും ഭഗവാനെക്കുറിച്ചാണ് പല പല രീതിയിൽ പ്രകീർത്തിച്ചിരിക്കുന്നതെന്ന് അറിയുവാനുള്ള മനോബലം എനിക്കില്ല ഭഗവാനെ. ഏതെങ്കിലും കിമപി കാരുണ്യം ഇന്നു തവ, ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരിനാരായണായ നമ. ഏതെങ്കിലും, അത് ഏതുമാവട്ടെ, എങ്ങനെയുമാവട്ടെ, ഏതൊരു തത്വശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന, പല രീതികളിൽ പരാമർശിക്കുന്ന ഏതുമാകട്ടെ, ഏതു രീതിയിൽ പരാമർശിച്ചാലും അത് അങ്ങയെ തന്നെയാണ്. അത് ഏതുമാവട്ടെ, കിമപി കാരുണ്യമിന്നു തവ, അങ്ങയുടെ, തവ അങ്ങയുടെ, കിമപി കാരുണ്യം, കിമപി കുറച്ച്, കാരുണ്യം അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ കാരുണ്യവർഷം ഇപ്പോൾ നൽകണേ ഭഗവാനെ. സാധിക്കേണ്ടതായിരിക്കുന്നു. അല്ലയോ ഭഗവാനെ, എനിക്കിതറിയുവാനുള്ള മനോബലവോ ബുദ്ധിശക്തിയോ സാധനചതുഷ്ടയ സമ്പത്യാദി അധികാരങ്ങളോ ഇവയൊന്നും എനിക്കില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് എനിക്ക് അധികാരം നൽകി ഈ ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന തത്വത്തിനെ അങ്ങയെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന ബോധ്യം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എനിക്കത് സാധിച്ചു തരണേ. അപ്പോൾ എൻ്റെ കഴിവല്ല. ഇപ്പം നമ്മളൊക്കെ ഈ ഹരിനാമകീർത്തനം എന്ന ഗ്രന്ഥം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിൽ ആരുടെ കാരുണ്യം വേണം? ഭഗവാന്റെ കാരുണ്യം വേണം. അതുകൊണ്ട് എന്നും നമ്മൾക്ക് ഈ ശാസ്ത്രം പഠിച്ച് മുന്നോട്ട് പോയി മോക്ഷഗതിയിൽ എത്തണമെങ്കിൽ ആ മാർഗം മുഴുവൻ നമ്മൾക്ക് കൂട്ടായി ഭഗവാനായിരിക്കണം വേണ്ടത്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് വന്ന് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ എത്ര ശാസ്ത്രം ഉണ്ടായിട്ടും, ഞാൻ എൻ്റെ കൈവശമായിട്ടും കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് എന്താണോ ഫലം വേണ്ടത് അതുണ്ടാവില്ല. ചാന്തോക്യ ഉപനിഷത്തിലെ, സാമവേദത്തിലെ ചാന്തോക്യത്തിലെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നാരദ മഹർഷിക്ക് അവിടെ എല്ലാ ശാസ്ത്രവും അറിയാം, പക്ഷേ ശോകം ഭഗവ ശോചാമി, അത് ഞാൻ ദുഃഖിതനാണ്, എനിക്ക് ഈ ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടണം, ഈ അറിവൊന്നും എന്നെ സഹായിക്കുന്നില്ല എൻ്റെ ദുഃഖത്തിൽ നിന്നും എനിക്ക് രക്ഷ നേടുവാനായിട്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരനായ സനത്കുമാര മഹർഷിയിൽ അഭയം പ്രാപിക്കുകയാണ്, എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ എത്ര അറിവുണ്ടായിട്ടും നമ്മളോടൊപ്പം നമ്മളുടെ ദുഃഖവും കൂടെ ഉണ്ടെങ്കിൽ, അല്ലേ, ഗീതാശാസ്ത്രം മുതലായ ശാസ്ത്രങ്ങൾ പഠിക്കുന്നത് വഴി നമുക്ക് ദുഃഖം മാറുകയാണ് വേണ്ടത്. അപ്പോൾ ദുഃഖം പോകാതെ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല. ദുഃഖം മറികടക്കണമെങ്കിൽ ഈ ശാസ്ത്രം പഠിക്കുന്നതിൻ്റെ ശാസ്ത്രാർത്ഥം ഗ്രഹിക്കണം, എങ്കിലേ ഉള്ളൂ നമ്മളുടെ ദുഃഖം മാറുകയുള്ളൂ. അപ്പോൾ ദുഃഖം മാറാൻ ഈ അർത്ഥഗ്രഹണത്തിന് ആരുടെ സഹായം വേണം? ഭഗവാന്റെ സഹായം. അപ്പോൾ അല്ലയോ ഭഗവാനെ, അങ്ങ് എന്നെ സഹായിച്ച് എനിക്ക് നേർവഴി കാട്ടിത്തരണേ. ഞാൻ എന്തു പഠിച്ചാലും അതിലെല്ലാം കുടികൊള്ളിരിക്കുന്നത് അങ്ങാണ് എന്ന ബോധ്യത്തോടു കൂടി പഠിക്കുവാൻ എനിക്ക് സാധിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സർവശാസ്ത്രത്തിലും അങ്ങാണ് കുടികൊള്ളിരിക്കുന്നത് എന്ന തത്വമാണ് തുഞ്ചത്താചാര്യൻ വിനയത്തോടുകൂടി നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹത്തിൻ്റെ വിനയം നമ്മൾക്ക് വീണ്ടും വീണ്ടും ഇവിടെ ദർശിക്കാം. അങ്ങയുടെ കിമപി കാരുണ്യം, അല്ലേ, ഭഗവാന്റെ മുഴുവൻ കാരുണ്യവും ഏറ്റുവാങ്ങിയ ആളാണ് എഴുത്തച്ഛൻ. എന്നിട്ടും അദ്ദേഹം ഇവിടെ യാചിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്, എനിക്ക്
അങ്ങ് കുറച്ചെങ്കിലും കാരുണ്യം നൽകി എന്നെ ഈ മോക്ഷഗതിയെ നയിക്കണമേ. എന്ത് പഠിച്ചാലും അത് അങ്ങയെക്കുറിച്ചാണ് പഠിക്കുന്നതെന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടാക്കി തരണേ. അല്ലേ? നമ്മൾ പറയാറുണ്ട് പണ്ട് ഏട്ടിലെ പശു പുല്ല് തിന്നുകയില്ലെന്ന്. അതായത് ശാസ്ത്രങ്ങളിലുള്ളത് കൊണ്ട് കാര്യമില്ല, അതിനെ കറന്ന് പാലെടുക്കാനും സാധിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്? ശാസ്ത്ര തത്വങ്ങളുടെ പരിചയമല്ല വേണ്ടത്, എല്ലാ ശാസ്ത്രങ്ങളുടെയും വിഷയമായ നാഥൻ്റെ അനുഗ്രഹം, പരമാത്മാവായ നാരായണൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്. അത് ലഭിക്കുന്നതിന് ഒരു മാർഗമേ ഉള്ളൂ, ഭഗവാന്റെ കാരുണ്യം. അതുണ്ടായാൽ ജ്ഞാനം തനിയെ ഉണ്ടായിക്കൊള്ളും. അല്ലേ? ഇപ്പോൾ ഉദ്ധവഗീതയിലൊക്കെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഉദ്ധവർ ആ മോക്ഷഗതിയെ പ്രാപിച്ചത്. അല്ലേ? അപ്പോൾ അർജുനനും അതെ. അല്ലേ? ഭഗവത്ഗീതയിലൂടെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് അർജുനനും തൻ്റെ ദുഃഖത്തെ മറികടന്നത്. അപ്പോൾ ഗീതകളിലും വേദാദി ശാസ്ത്രങ്ങളിലും പ്രതിപാദിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്ന കാര്യങ്ങളുടെ പൊരുൾ ഉൾക്കൊള്ളാനുള്ള മനോബലവും എനിക്ക് വേണം. അതാര് തരും? ഈ മനോബലം ഭഗവാൻ തന്നെ തരുള്ളൂ. ഭഗവാന്റെ കാരുണ്യം നേടാൻ കഴിയുന്നതില്ലെങ്കിലോ ഏതു ഗീതയുടെ പൊരുളും ഉള്ളിൽ കടക്കുകയില്ല. നമുക്ക് വേണേ പറയാം, പ്രചരിപ്പിക്കാം, എന്തും ചെയ്യാം അതുകൊണ്ട്. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന മോക്ഷഗതിയെ നേടണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് സർവചരാചര ഗുരുവായ ഭഗവാനെ തന്നെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ആ ഗുരുവിൻ്റെ കാരുണ്യ കടാക്ഷം നേടാൻ സാധിച്ചാൽ നേടാനാവാത്തതായി ഒന്നും തന്നെയില്ല. അതിനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നാരായണ നിൻ തിരുവടിക്ക് നമസ്കാരം അർപ്പിക്കാം. നമുക്ക് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് ഈ 2 ശ്ലോകവും ഒരുമിച്ചൊന്ന് പാരായണം ചെയ്യാം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ അയ്യഞ്ചു മഞ്ചുമുടനയ്യാറുമെട്ടുമുട നൗവണ്ണമെട്ടുമുടനെൺമൂന്നുമേഴുമധം ചൊവ്വോടരഞ്ചുമഭിരണ്ടെന്നു തത്വമതിൽ മേവുന്ന നാഥ ഹരി നാരായണായ നമ ഓതുന്നു ഗീതകളിതെല്ലാം ഇതെന്നു പൊരുളേതെന്നു കാൺമതിനു പോരാ മനോബലവും ഏതെങ്കിലും കിമപി കാരുണ്യമിന്നു തവ സാധിക്ക വേണ്ടു ഹരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്തേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.